ഇപ്പോൾ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ മാധ്യമങ്ങളെ കാണുന്നു. അത് അവരെ ഓരോരുത്തരും അവരവർക്ക് ജയിക്കാനുള്ള നിലക്കുള്ള ആളുകളൊക്കെ എല്ലാവരും കൂട്ടുമല്ലോ. അത് അവരോടാണ് ചോദിക്കേണ്ടത്, എന്നോടൊപ്പം ചോദിക്കുന്നത്. ഞങ്ങൾ അതല്ല, അത് പിന്നെ അങ്ങനെ അത് നമ്മളിപ്പോൾ അവരെ ഏത് മുന്നണീൻ്റെ ഒരു മാനിഫെസ്റ്റോ ഉണ്ടാവും. അതനുസരിച്ച് അവർക്ക് കൂട്ടാൻ പറ്റുന്നതിലൊക്കെ കൂട്ടാലോ. അതിപ്പോൾ നമ്മളതിൻ്റെ അഭിപ്രായം പറയേണ്ട ആവശ്യമില്ലല്ലോ. അത് നമ്മളെ ഒരു മേഖലയല്ല അത്. ഞങ്ങളെന്തിന് മറ്റവരെ കൂട്ടി ഇവരെ കൂട്ടി? ഇപ്പോൾ LDF ഏതെങ്കിലും ഒരു പാർട്ടിയെ കൂട്ടി, അവരെന്തിന് നിങ്ങൾ കൂട്ടി നമുക്ക് ചോദിക്കാൻ പറ്റും? ചോദിച്ചാൽ പറയില്ല നിങ്ങളെന്തിനാ ചോദിക്കാൻ വന്നതെന്ന് പറയും. പിന്നെ UDF ഒരു പാർട്ടിനെ കൂട്ടി, അത് നമുക്ക് അതിലൊന്നും അഭിപ്രായം. സമസ്ത രാഷ്ട്രീയം നിരീക്ഷിക്കുന്ന സംഘടന ഇത്തരം സംഘടനകളെ രാഷ്ട്രീയത്തിലേക്ക് കൊണ്ടുവരുന്നതിനെ എങ്ങനെയാണ്? അല്ലാതെ അവരോട് ചോദിക്കണം, ആ കൂട്ടിയവരോട്. നിങ്ങൾ നമ്മുടെ കേരളത്തിൽ നല്ല രാഷ്ട്രീയക്കാരായ വലിയ നേതാക്കന്മാരില്ലേ രണ്ട് വിഭാഗത്തും. അപ്പോൾ അവരോട് അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിച്ചാൽ അവരോടാണ് അതിന് ചോദിച്ചിട്ട് മറുപടിയും പിന്നെ ചോദ്യവും മറുപടിയും ഒക്കെ നമ്മളോടല്ല. മുന്നണിയിൽ ഭാഗമാക്കുന്നതിനെ സംബന്ധിച്ച് അതൊന്നും ഇപ്പം നമ്മളതിൽ ഇടപെടില്ല. അല്ല, ഞങ്ങൾക്ക് ആശയപരമായിട്ടല്ലേ അത്. ഞങ്ങൾ ആശയപരമായിട്ട് അത് ഞങ്ങളെ നിലപാട് നിങ്ങൾക്ക് അറിയാമല്ലോ. അത് രാഷ്ട്രീയപരമായിട്ടല്ല, ആശയപരമായിട്ട്. അവർ പറയുന്നത് ഈ മതരാഷ്ട്രവാദമായിരുന്നു പ്രധാനപ്പെട്ട ഒരു വിഷയം ഉണ്ടായിരുന്നു. ജമാഅത്ത് ഇസ്ലാമിക്ക് ഒരു ആരോപണം, അത് പിന്നെ ഉപേക്ഷിച്ചു ജമാഅത്ത് ഇസ്ലാമിന്നാണ് ചില രാഷ്ട്രീയ നേതാക്കൾ ഉൾപ്പെടെ പറയുന്നത്. അവർക്കൊരു ഗുഡ് സർട്ടിഫിക്കറ്റ് കൊടുക്കുന്ന സാഹചര്യമുണ്ട്. അതൊക്കെ അവരോട് ചോദിക്കുക. ഇങ്ങനെ ഉപേക്ഷിച്ചു എന്ന് പറഞ്ഞവരോടും പിന്നെ ജമാഅത്ത് ഇസ്ലാമിക്ക് നേതാക്കന്മാരുണ്ടല്ലോ, അവരോട് ചോദിക്കാമല്ലോ. വിലയിരുത്തുന്നുണ്ടോ ആ സംഘടന അത്തരം? ഞങ്ങളതിനെ വിലയിരുത്തേണ്ട ആവശ്യം വന്നിട്ടില്ലല്ലോ. ഇതും ഞാൻ പറഞ്ഞില്ലേ, ചോദ്യം ഇത് ഞങ്ങളോടല്ല ചോദിക്കല്ലോ, അവരോട് ചോദിക്കുക. അവരാണ് അതിന് മറുപടി. അല്ല, അങ്ങനെയാണെങ്കിൽ അതനുസരിച്ച് നിങ്ങൾ പറഞ്ഞോളി. എന്നോടല്ല ചോദിക്കേണ്ടതെന്ന് അറിയാം. അല്ല, ഇതില് പൊതുസമൂഹം തെറ്റിദ്ധരിക്കും. കാരണം ജമാഅത്ത് ഇസ്ലാമിനൊക്കെ മുസ്ലിം സംഘടനകൾ ഒരു കയ്യേലത്തിൽ മാറ്റി നിർത്തിയിട്ടായിരുന്നു. കാരണം തീവ്രവാദ അല്ലെങ്കിൽ അത്ര ആരോപണങ്ങൾ വരുന്നതുകൊണ്ട്. പക്ഷെ ഇത് ഒരു ഗുഡ് സർട്ടിഫിക്കറ്റ് കൊടുക്കുന്ന സമയത്ത് പൊതു മുസ്ലിം സമൂഹം അവർക്ക് അല്ല, അതന്നെ. അത് നിങ്ങൾ ഇതിന് ഗുഡ് സർട്ടിഫിക്കറ്റ് കൊടുക്കട്ടെ, ഇനി മെയിൽ സർട്ടിഫിക്കറ്റ് കൊടുക്കട്ടെ, ഏത് സർട്ടിഫിക്കറ്റ് കൊടുത്താലും അതൊക്കെ കൊടുത്തവരോട് അതിനെപ്പറ്റി ചോദിക്കുക, അതിനെ എതിർക്കണവരോടും ചോദിക്കുക. രാഷ്ട്രീയമായുള്ള എതിർപ്പുകളാണപ്പം നടക്കുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും. അത് അവരോട് ചോദിക്കുക. അയാൾ പറഞ്ഞത് എന്നോട് പറയാൻ പറ്റില്ല. ഞാൻ അയാളോട് അത് അയാളുടെ വ്യക്തിപരമായ അഭിപ്രായമായിരിക്കും. അയാളെന്തോ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളോട് രാഷ്ട്രീയം മാറ്റി വെച്ച് കഴിഞ്ഞാലും ചിലൊരു സംസ്ഥക്കൊരു അത് നമ്മൾ പിന്നെ പ്രഖ്യാപിക്കും. ഒരു മാറ്റം അല്ല, അത് അങ്ങനെ ചോദിക്കണ്ട. സമസ്തന്റെ നിലപാട് എന്താന്നുള്ളത് നമ്മൾ പ്രഖ്യാപിച്ച് കഴിഞ്ഞതാണല്ലോ. സമസ്തന്റെ നിലപാട് മുമ്പേനെ പറഞ്ഞതല്ലേ. അതെ, പിന്നെ അതിനെ പറ്റി ആലോചിച്ചിട്ടില്ല. ആലോചിച്ചാലല്ലേ പറയാം. എന്നാ കഴിഞ്ഞില്ലേ? അത് പലതും ഇങ്ങനത്തെ പല സംഭവങ്ങളുണ്ടും. നമ്മൾ കേരളത്തിൻ്റെ ബഹുമാന്യനായ മുഖ്യമന്ത്രി ശ്രീമാൻ പിണറായി വിജയൻ നമ്മൾ അവരെ മുന്നിൽ വിഷയങ്ങൾ അവതരിപ്പിക്കലുണ്ട്. അതിലൊക്കെ പലതിനും അയാൾ അനുകൂലമായ നിലക്ക് അനുഭാവപൂർവമായി അത് കണക്കിലെടുക്കുകയും പരിഹാരങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അതുപോലെ ഇതും ചെയ്യും എന്നുള്ളതാണ് നമ്മളെ പ്രതീക്ഷയും പ്രത്യാശയൊക്കെ. അതെ, അതന്നെ പറഞ്ഞത്. അതിപ്പോൾ അങ്ങനെ പറഞ്ഞല്ലോ. അത് മുഖ്യമന്ത്രിനോട് നമ്മൾ പറയലുണ്ട് ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ. അപ്പോൾ ആ പ്രശ്നങ്ങളൊക്കെ അത് അനുഭാവം സ്വീകരിച്ച് അതിനെപ്പറ്റി ചർച്ച ചെയ്ത് അതിനെപ്പറ്റി ചിന്തിച്ച് നല്ല മറുപടിയാണ് മൂപ്പരിൽ നിന്നുണ്ടാവല്, പരിഹാരങ്ങളുണ്ടാവലുണ്ട്. അതുപോലെ ഇതുണ്ടാവും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കണതെന്ന്. ഇന്നലെ മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്ന് വലിയ പ്രശംസ സംസ്ഥയ്ക്ക്. മുഖ്യമന്ത്രി മാത്രമല്ലല്ലോ, പ്രതിപക്ഷ നേതാവ് രണ്ടാളും പ്രശംസിച്ചു. അതാ എല്ലാവരും പ്രശംസിക്കുമല്ലോ. അതിൻ്റെ ഒരു ഭാഗമാണ് അപ്പോൾ പരിപാടി വന്നതൊക്കെ. സമസ്ത അങ്ങനെ രാഷ്ട്രീയമായിട്ട് ആർക്കും പിന്തുണ കൊടുക്കാറില്ല. സമസ്തയുള്ള വ്യക്തികൾ അവരെ ഇതനുസരിച്ച് ഓരോരുത്തരും വോട്ട് ചെയ്യുക. നമ്മളതിലാരും അങ്ങനെ നമ്മൾ പറയാറില്ല. അല്ല, അതൊന്നും ഇപ്പം അത്ര ചിക്കി കുത്തി ചോദിക്കേണ്ട സംഗതിയല്ലല്ലോ. അത് സ്വകാര്യമായിട്ടുള്ള വോട്ട് ചെയ്യാന്നൊക്കെ പറഞ്ഞാൽ സ്വകാര്യമായിട്ടല്ലേ. നമ്മൾ നാലാളെ മുട്ടി ജമാഅത്തെ ഇസ്ലാമി സഹകരണവുമായി ബന്ധപ്പെട്ട് സംസാരിക്കുകയായിരുന്നു ജിഫ്രി മുത്തുക്കോയ തങ്ങൾ. ജമാഅത്തെ സഹകരണത്തിൽ
സമസ്തയ്ക്ക് താല്പര്യമില്ല, മറുപടി പറയേണ്ടത് ജമാഅത്തെ ഇസ്ലാമി അധികാരികളാണ്, അവരോട് ചോദിക്കുമെന്നാണ് അദ്ദേഹം പറയുന്നത്. മാത്രമല്ല ഉമ ഫൈസി മുക്കത്തിൻ്റേത് വ്യക്തിപരമായ അഭിപ്രായമാണ് എന്ന കാര്യവും അദ്ദേഹം പറയുന്നു.